മൂന്നാമത്തെ സെക്ഷനാണ് നമ്മൾ ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ എവിടം വരെ നോക്കിയ റെയിലിന്റെ സെക്ഷൻസ് വരെ നമ്മളൊന്ന് നോക്കിയായിരുന്നു അല്ലെ, അതിന്റെ ടൈപ്സ് കാര്യങ്ങളൊക്കെ നോക്കിയായിരുന്നു. അപ്പൊ അതിനകത്ത് ഞാനൊരു കാര്യം പിന്നെ പറഞ്ഞായിരുന്നു അല്ലെ, അതിന്റെ ഡെസിഗ്നേഷൻ. അതായത് ഡിഫിക്സ് പറയുന്നതിന് മുമ്പ് ഞാൻ ആ ഡെസിഗ്നേഷൻ ഒന്നുകൂടി പറഞ്ഞുതരാം. അതായത് ഇപ്പൊ ഒരു റെയിൽ ഡിനോട്ട് ചെയ്യാറുള്ളത് 80 kg mm HSL 579 ആണെന്ന് വിചാരിക്കാം. ഇതിനകത്ത് ഓരോന്നും എന്താണെന്ന് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മൾ പറഞ്ഞായിരുന്നു റെയിലിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാറുള്ളത് അതിന്റെ സൈസ് പ്രകാരമാണ്. അതായത് വെയിറ്റ് പെർ മീറ്റർ, അതാണ് അതിന്റെ സൈസ് ആയിട്ട് പറയുന്നത് അല്ലെ. അപ്പൊ ഈ കാണുന്നതാണ് 80 കിലോഗ്രാം എന്ന് പറയുന്നത് വെയിറ്റ് പെർ മീറ്റർ ആണ്. അതാണ് അതിന്റെ സൈസ്. ഇനി HSL ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, അത് മാനുഫാക്ചറിങ് കമ്പനിയാണ്. ഹിന്ദുസ്ഥാൻ ഏതാണോ മാനുഫാക്ചറിങ് കമ്പനി അതായിരിക്കും ഈ ഒരു MM ശേഷം എഴുതിയിട്ടുണ്ടാവുക. ഈ 5 എന്ന് പറയുന്നത് അതായത് ഈ രണ്ടെണ്ണം കാണുന്നത് ഡേറ്റ് ഓഫ് മാനുഫാക്ചറിങ് ആണ്. 5 എന്ന് കാണുന്നത് മന്ത്, 79 എന്ന് പറയുന്നത് ഇയർ. ഇത്തരം കാര്യങ്ങൾ അതിനകത്തുള്ളത്. ഈ MM എന്ന് പറയുന്നത് അതിന്റെ മെറ്റീരിയൽ ആണ് കേട്ടോ. ഇതിനകത്ത് ഇപ്പൊ MM ഉദ്ദേശിക്കുന്നത് മീഡിയം മാഗ്നീസ്. ഇത് കഴിഞ്ഞ ദിവസം ഈ ടേം ഞാൻ കാണിച്ചു തന്നായിരുന്നു, ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞായിരുന്നു. അതിനകത്ത് ഓരോ ടേം എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായില്ല, അതുകൊണ്ടാണ് ഇപ്പൊ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ റെയിലിന്റെ ഡെസിഗ്നേഷൻ ആണ് ഈ പറഞ്ഞത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഡിഫെക്ട്സ് ഇൻ റെയിൽ. അതായത് ഇതിനകത്തൂടെ ഒരു ട്രെയിൻ പോകുമ്പോഴത്തേക്കും അതിനകത്ത് എന്തൊക്കെ തരത്തിലുള്ള ഡിഫെക്ട്സ് വരാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ കുറച്ച് ക്ലാസിഫിക്കേഷൻ. ഡിഫെക്ട്സ് ഇൻ റെയിൽ നമുക്ക് എന്താണ് ഒരു ഡീറ്റെയിൽ ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ ഇമ്പോർട്ടന്റ് ആണെന്ന് ഓർത്തിരിക്കുക. അതിന്റെ ആദ്യത്തെ ഡിഫെക്റ്റ് ആണ് കൊറുഗേറ്റഡ് റെയിൽസ് അല്ലെങ്കിൽ റോറിംഗ് റെയിൽസ്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫിഗർ കണ്ടൂടെ. അതായത് ആ ഒരു റെയിലിന്റെ മേലെ ഓരോരോ കൊറുഗേഷൻസ്, ഓരോ അണ്ടുലേഷൻസ് കാണാം, സ്മൂത്ത് ആയിരിക്കില്ല. അപ്പം ഇങ്ങനെ ഫോം ചെയ്യുന്ന ഈ ഒരു ചെറിയ ഇറഗുലാരിറ്റീസ് കാരണം ഈ ട്രെയിനിന്റെ ഇതിന്റെ മേലെ കൂടെ വീല് പാസ് ചെയ്യുമ്പോഴത്തേക്കും വല്ലാണ്ട് ഒരു ഒച്ച കേൾക്കാം. അതിനെയാണ് നമ്മൾ റോറിംഗ്, അതായത് ഒരു കൂകുന്ന പോലത്തെ ഒരു സൗണ്ടും വരാം. ഓക്കെ, അപ്പം ഇങ്ങനെ ഫോം ചെയ്യുന്ന ഈ ഒരു അണ്ടുലേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൊറുഗേറ്റഡ് റെയിൽസ്. ഓക്കെ, അപ്പം ഈ കൊറുഗേഷൻസ് കാരണം അതിനകത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്, ഒരു ഒച്ച വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതേ ഡിഫക്റ്റിനെ തന്നെയാണ് നമ്മൾ റോറിംഗ് റെയിൽസ് എന്നും കൂടെ പറയുന്നത്. ഓക്കെ, അടുത്തത് കൊറോഷൻ റെയിൽസ്. നമുക്കറിയാം റസ്റ്റിംഗ് സംഭവിക്കുന്നത് അല്ലെ. ഇപ്പം വല്ലാണ്ട് പ്രോപ്പർ ഡ്രെയിനേജ് ഒന്നും ഇല്ലാത്ത ഒരു റെയിൽ പാതമാണെങ്കിൽ എന്തായിരിക്കാം, അല്ലെങ്കിൽ അതിന്റെ കോട്ടിംഗ് ഒന്നും യൂണിഫോം ആവാത്ത കേസിൽ എന്ത് സംഭവിക്കാം, അതിനകത്ത് റസ്റ്റിംഗ് സംഭവിക്കാം, തുരുമ്പിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൊറോഷൻ ഇൻ റെയിൽസ് ഡ്യൂ ടു ദി ഡാം കണ്ടീഷൻസ്. ഒരു നനഞ്ഞ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ ഉള്ളത് കാരണമാണ് എന്ത് സംഭവിക്കുന്നത്, ഈ ഒരു കൊറോഷൻ സംഭവിക്കുന്നത്. ഓക്കെ, അടുത്തത് ഹോഗ്ഡ് റെയിൽ. അതായത് ഇപ്പൊ നമുക്കറിയാം ഒരു ജോയിന്റ്. ഓക്കെ, ഇതൊരു റെയിലിന്റെ ജോയിന്റ് ആണെന്ന് വിചാരിക്കാം. ഇതിലെ വരുന്ന വീല് ഈ ജോയിന്റിൽ നിന്ന് അടുത്തയിലേക്ക് കയറുമ്പോൾ എന്താ സംഭവിക്കുക, ഇവിടെ ഒരു ഇമ്പാക്ട് തരും അല്ലെ, അതിനകത്തേക്ക് പോയിട്ട് വല്ലാണ്ടൊന്ന് അടിക്കും. അപ്പം ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ ഈ ഒരു ഇമ്പാക്ട് ഫോഴ്സ് കാരണം എന്ത് സംഭവിക്കും, ഈ ഭാഗത്ത് ചെറിയൊരു ബെൻഡിങ് വരും. അതുപോലെ തന്നെ ഈ ഭാഗത്തുനിന്നും അതേ രീതിയിൽ ഒരു ബെൻഡിങ് വരുന്നുണ്ട്. ഇങ്ങനെ ഈ ജോയിന്റിന്റെ ഭാഗത്ത് ഈ റെയിലുകൾ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്ത് ഫോം ചെയ്യുന്ന ആ ഒരു ഡിഫക്റ്റ് ആണ് എന്ത്, ഹോഗ്ഡ് റെയിൽ. അതിപ്പോ നമ്മളൊരു സ്ട്രെയിറ്റ് എഡ്ജ് അതിന്റെ മേലെ കൂടെ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ബാർ വെച്ചാൽ ഇത്രയും വരെ അതിനകത്തൊരു ഇൻക്ലിനേഷൻ കാണാം. ഓക്കെ, ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹോഗ്ഡ് റെയിൽ. ഡ്യൂ ടു ദി ബാറ്ററിങ് ആക്ഷൻ ഓഫ് ദി വീൽ ഓവർ ദി എൻഡ്സ് ഓഫ് ദി റെയിൽ. ബാറ്ററിങ് ആക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ വന്ന് അതിനകത്തേക്ക് പിന്നെയും അടിക്കുന്നത് കാരണം ഉണ്ടാവുന്ന ഡിഫക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, റെയിൽ ഗെറ്റ്സ് ബെൻഡ് ഡൗൺ ആൻഡ് ഗെറ്റ്സ് ഡിഫ്ലക്റ്റഡ് അറ്റ് ദി എൻഡ്സ്. അത് ബെൻഡ് ചെയ്ത് ആ ഒരു ജോയിന്റിന്റെ ഭാഗത്ത് ചെറിയൊരു ഡിഫ്ലക്ഷൻ പോലെ രൂപപ്പെടാം. അടുത്തത് കിങ്സ് അല്ലെങ്കിൽ ഷോൾഡർ. ഈ ജോയിന്റിന്റെ ഭാഗത്ത് ഇത് ചെറുതായിട്ട് ഈ റെയിലുകൾ ഔട്ട് ഓഫ് പൊസിഷൻ ആവുന്നതിനാണ് നമ്മൾ കിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, when the ends of the adjoining rails move slightly out of position.
അത് ആ ഒരു അലൈൻമെന്റിൽ നിന്ന് ചെറുതായിട്ടൊന്ന് മാറി പോവുകയാണെങ്കിൽ, അങ്ങനെ അതായത് ആ ഒരു ജോയിന്റ് ഒന്നും പ്രോപ്പർ അല്ല, അല്ലെങ്കിൽ അവിടെ വല്ലാണ്ട് ഒരു എക്സ്പാൻഷൻ ഒക്കെ വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, ഇത്തരത്തിലൊരു ഡിഫക്റ്റ് ഫോം ചെയ്യുന്നത്. when the ends of the adjoining rails move slightly out of position, അല്ലെങ്കിൽ അലൈൻമെന്റിൽ നിന്ന് മാറിപ്പോകണം ഡ്യൂ ടു ദി ലൂസ് പാക്കിംഗ് ഓഫ് ദി ജോയിന്റ്. ആ ജോയിന്റ് നല്ല റിജിഡ് അല്ല, നമുക്ക് പറയാറുണ്ട് ആ ജോയിന്റ് നല്ല സ്റ്റിഫ് ആയിരിക്കണം, അതേ അലൈൻമെന്റ് തന്നെ നിൽക്കാനും പറ്റണം. അപ്പൊ ആ രീതിയിൽ അല്ലെങ്കിൽ അത് നമ്മൾ പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്തിട്ട് എന്താ സംഭവിക്കുക, ഇങ്ങനെ പിന്നെയും പിന്നെയും ഇതിനകത്തൊരു ആക്ഷൻ വരുമ്പോഴത്തേക്കും അതൊന്ന് ലൂസ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ അത് ഇടയ്ക്കിടയ്ക്ക് പോയി ചെക്ക് ചെയ്ത് ഈ ജോയിന്റിന്റെ ഒക്കെ മെയിൻ്റനൻസ് നിർവഹിക്കണം. അല്ലാത്ത പക്ഷം ഇങ്ങനത്തെ ഓരോരോ ഡിഫക്റ്റുകൾ വന്നുകൊണ്ടിരിക്കും ഡ്യൂ ടു ദി ലൂസ് പാക്കിംഗ് ഓഫ് ദി ജോയിന്റ്. അതിനാണ് നമുക്ക് എന്ത് പറയുന്നത്, കിങ്സ് അല്ലെങ്കിൽ ഷോൾഡർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാണ് ബക്ലിംഗ്. അതായത് ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ ജോയിന്റിന്റെ കേസിൽ നമ്മളൊരു എക്സ്പാൻഷൻ ഒക്കെ വിടാറുണ്ടെന്ന് അല്ലെ. ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു തെർമൽ എക്സ്പാൻഷൻ ഒക്കെ ഒരു പ്രൊവിഷൻ ഇതിനകത്ത് കൊടുക്കണം. ഇനി അങ്ങനെ പ്രൊവിഷൻ കൊടുക്കാത്ത ഒരു സിറ്റുവേഷൻ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് ഒരു തെർമൽ എക്സ്പാൻഷൻ അല്ലെങ്കിൽ അതിനൊരു എക്സ്പാൻഷൻ ജോയിന്റ് നമ്മൾ വിടാത്ത പക്ഷേ എന്ത് സംഭവിക്കും, അതിനകത്തേക്ക് ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ഒരു സ്ട്രെസ് വരും അല്ലെ. അങ്ങനെ ഈ രണ്ട് ജോയിന്റിൽ നിന്നും ഇങ്ങനെ ഒരു സ്ട്രെസ് വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ ഈ ഒരു റെയിലിന് ചെറുതായിട്ടൊരു ബെൻഡ് പോലെ അത് വളയാൻ തുടങ്ങും. അങ്ങനെ വളഞ്ഞു പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബക്ലിംഗ് എന്ന് പറയുന്നത്. ഇത് ഇപ്പൊ ഈ കാണിച്ചിരിക്കുന്ന അതാ റെയിലിന്റെ എന്ത് തന്നെയാണ്, അതേ രീതിയിൽ തന്നെ നമ്മൾ പാകി തന്നെയാണ്, കാരണം സ്ലീപ്പറും അതേ രീതിയിൽ തന്നെ പോകുന്നത്. പക്ഷെ ഈ രീതിയിൽ അത് വളഞ്ഞൊക്കെ പോവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബക്ലിംഗ് ഓഫ് റെയിൽ എന്ന് പറയുന്നത്. when the track has gone out of its position or alignment due to the prevention of in expansion, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ബക്ലിംഗ് എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് സ്പീഡായി പോകുന്നുണ്ടോ, ഇല്ലല്ലോ അല്ലെ. അടുത്തത് ക്രീപ്പ്. ക്രീപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഈ രീതിയിൽ നിൽക്കുന്ന വർണ്ണത്തിൽ സ്ട്രെസ് വരുമ്പോഴത്തേക്കും അത് വളഞ്ഞു വളഞ്ഞു പോകുന്നു അല്ലെ. ഇനി ക്രീപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതാണ് നമ്മുടെ റെയിൽ എന്ന് വിചാരിക്കുക. ഈ റെയിലിന്റെ മേലെ കൂടെ വീല് പോകുമ്പോഴത്തേക്കും ഇതിന് ഇങ്ങനെ മുന്നോട്ടേക്ക്, അതായത് അതിന് ലോഞ്ചിറ്റ്യൂഡലായിട്ട് ഒന്ന് അനങ്ങാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അങ്ങനെയുള്ള ആ ഒരു ലോഞ്ചിറ്റ്യൂഡൽ മോഷൻ ഓഫ് ദി റെയിലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രീപ്പ് എന്ന് പറയുന്നത്. ലോഞ്ചിറ്റ്യൂഡൽ റെയിൽ ഇൻ ദി ട്രാക്ക്. ആരോ ഒരാൾ അൺമ്യൂട്ട് ചെയ്യണ്ടല്ലോ, അനീസ. ഓക്കെ, ലോഞ്ചിറ്റ്യൂഡൽ മൂവ്മെന്റ് ഓഫ് ദി റെയിൽ ഇൻ ദി ട്രാക്ക്. ആ ഒരു റെയില് ട്രാക്കിൽ കൂടെ പോകുമ്പോഴത്തേക്കും അങ്ങനെ മുന്നോട്ട് പോകുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രീപ്പ് എന്ന് പറയുന്നത്. മെഷേർഡ് ബൈ ക്രീപ്പ് ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് പെർമിസിബിൾ ലിമിറ്റ് എന്ന് പറയുന്നത് 150 mm ആയിരിക്കും. ഓക്കെ ഓക്കെ, അപ്പൊ ക്രീപ്പ് മനസ്സിലായല്ലോ അല്ലെ. അത് ക്രീപ്പ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു മെഷറിംഗ് പോലത്തെ ഒരു ഇൻഡിക്കേറ്റർ വെക്കും. ഇൻഡിക്കേറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ മിന്നുന്ന ഇൻഡിക്കേറ്റർ അല്ലാത്ത ഉദ്ദേശിച്ച ആ ഭാഗത്ത് ഒരു മാർക്കിംഗ് കൊടുക്കും. അപ്പം അതിൽ നിന്ന് റെയിലിനകത്തും ഇതേ റോഡിന്റെ അനുസരിച്ച് ഒരു മാർക്കിംഗ് കൊടുക്കും. അപ്പം നമ്മളൊരു സമയത്തിന് ശേഷം ഈ മാർക്കിങ്ങിൽ നിന്ന് റെയിൽ എത്ര മുന്നോട്ടോ ബാക്കോട്ടോ പോയി എന്ന് അളക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ് ക്രീപ്പ് ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ, ഇനി അടുത്ത പെർമിസിബിൾ ലിമിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്റ്റൻസ്, ഈ ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത് 15 സെന്റിമീറ്ററിനുള്ളിൽ നിൽക്കണം. അതിൽ കൂടുതലാവുമ്പോഴത്തേക്കും ആ ഒരു എക്സ്പാൻഷൻ ജോയിന്റ് മതിയാവാണ്ട് വരും, ബക്ലിംഗിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പം അത് ഒഴിവാക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്രീപ്പ് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്നത്. ആ ഒരു പെർമിസിബിൾ ലിമിറ്റും ഒന്ന് ഓർത്തിരിക്കാം. ഇനി ഓർക്കേണ്ടത്, ഈ ഒരു ക്രീപ്പിന് പഠിക്കാനായിട്ട് നമുക്ക് ക്രീപ്പ് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അതിന് കാരണമാകുന്ന ഓരോ ഫോഴ്സസും അതിന്റെ കാര്യങ്ങൾ. അപ്പം അത് നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഞാൻ കുറച്ചും കൂടെ വൃത്തിയായിട്ട് പറഞ്ഞുതരാം. ഇത് കഴിഞ്ഞോടെ എടുക്കാം കേട്ടോ. അടുത്തത് വിയർ. വിയർ എന്ന് പറയുമ്പോൾ എന്താണ്, തേയ്മാനം അല്ലെ. ഇതിന്റെ മേലെ കൂടെ ഇങ്ങനെ വീൽസ് പോകുന്തോറും എന്ത് സംഭവിക്കുന്നു, അവിടെ ഒരു തേയ്മാനം വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ അതല്ല, കുറച്ച് ഡസ്റ്റി പാർട്ടിക്കിൾസ് ഒക്കെ ഇപ്പൊ പൊടിയൊക്കെ അടിച്ച് അതിന് മേലെ കൂടെ കുറച്ച് ഡസ്റ്റി പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ ഈ രണ്ട് സ്റ്റീൽ സെക്ഷന്റെയും ഇടയ്ക്ക് എന്ത് സംഭവിക്കുന്നു, ഒരു നല്ല രീതിയിൽ ഒരു റബ്ബിംഗ് ആക്ഷൻ വരും. അങ്ങനെ എന്തുകൊണ്ടാണ് ഈ ഒരു വിയർ ആൻഡ് ടിയർ കുറച്ചും കൂടെ സ്പീഡപ്പ് ആയി പോകും. ദി ഒക്കറൻസ് ഓഫ് സ്കിഡിങ്, സ്ലിപ്പിംഗ് ആൻഡ് സ്ട്രൈക്കിംഗ് ഓഫ് വീൽ ഫ്ലാഞ്ചസ്. അതിന്റെ കൂടെ തന്നെ ഈ വീലിന്റെ സ്കിഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അതിന്റെ സ്ലിപ്പിങ്, അതുപോലെ തന്നെ ഈ ഫ്ലാഞ്ചസ് വന്നിട്ട് ഇതിനകത്ത് അടിക്കുന്നത് വഴി ഈ ഭാഗത്ത് കണ്ടില്ലേ, അതായത് വീലിന്റെ ഒരു ഫ്ലാഞ്ച് ഉണ്ട് ഉള്ളിലെ കുറച്ച് വൈഡൻ ചെയ്ത പോർഷൻ, അത് വന്ന് ഈ ഒരു റെയിലിന്റെ സൈഡിൽ തട്ടി തട്ടി എന്ത് സംഭവിക്കുന്ന അവിടെയും ഒരു വിയറിംഗ് സംഭവിക്കാം. മാക്സിമം പെർമിസിബിൾ വിയർ എന്ന് പറയുന്നത് 5%. നമ്മുടെ ഉദ്ദേശിക്കുന്ന ഒരു ക്വാണ്ടിറ്റിന്റെ 5% കൂടുതൽ വിയറിംഗ് സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, റീപ്ലേസ് ചെയ്യേണ്ടി വരും. ഓക്കെ, എല്ലാ ഡിഫക്ട്സും മനസ്സിലായോ? ഇത്രയും ഡിഫക്ട്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിനകത്ത് ഏതെങ്കിലും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയണം?
ഞാൻ ഡിഫക്ട്സ് ഒന്നുകൂടെ വേഗം സ്പീഡ് ചെയ്ത് പറഞ്ഞുതരാം. ആദ്യത്തേത് പറയുമ്പോൾ കൊറുഗേറ്റഡ് റെയിൽസ്. എന്തുകൊണ്ടാ? അതിനകത്ത് ചെറിയ ഇറഗുലാരിറ്റീസ് വന്നു കഴിയുമ്പോഴത്തേക്കും ആ ഫോം ചെയ്യുന്ന, അപ്പൊ അതിന്റെ മേലെ കൂടെ വീല് പോകുമ്പോഴത്തേക്കും ഒരു ഒച്ചപ്പാട് വരും. അതുകൊണ്ടാണ് അതിനെ റോറിംഗ് റെയിൽസ് എന്ന് പറയുന്നത്. ആദ്യത്തത് കൊറുഗേറ്റഡ് റെയിൽസ്. രണ്ടാമത്തത് കൊറോഷൻ. പെട്ടെന്ന് ഓർക്കാൻ പറ്റും, തുരുമ്പിച്ചു പോകുന്നു അല്ലെ. കൊറുഗേറ്റഡ് റെയിൽസ് ആയി കൊറോഷൻ. ഇനി അടുത്തത് ഹോഗ്ഡ് റെയിൽ. ഹോഗ്ഡ് റെയിൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ഒരു ഇമ്പാക്ട് ഫോഴ്സ്, അതായത് ഒരു ജോയിന്റിൽ നിന്ന് അടുത്ത റെയിലിലേക്ക് കയറുമ്പോഴത്തേക്കും ആ വീല് മറ്റേ ഇതിനകത്തേക്ക് പോയിട്ട് ഒരു ഇടി കൊടുക്കൂലെ, അതേപോലെ എല്ലാ വീലും വന്ന് അടിക്കൂലെ. അപ്പം അത് കാരണം ഉണ്ടാവുന്ന ആ ഒരു ബെൻഡിങ് ആണെന്ത്? ഹോഗ്ഡ് റെയിൽ എന്ന് പറയുന്നത്. ഇനി കിങ്സ് അല്ലെങ്കിൽ ഷോൾഡർ, അതാണ് മനസ്സിലാവേണ്ടി വന്നത് അല്ലെ. അതായത് ഈ ഒരു എക്സ്പാൻഷൻ കാരണമോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ രണ്ട് വീല് കൊടുക്കുവാണ്, രണ്ട് റെയിൽ കൊടുക്കുവാണ്, ഇതിനെ തമ്മിൽ കണക്ട് ചെയ്ത് നമ്മൾ ഒരു പ്ലേറ്റ് അത് ബോൾട്ട് ഒക്കെ ചെയ്താണ് വെക്കുന്നത് അല്ലെ. അത് പറയാം, നമുക്ക് ഫിഷ് ബോൾട്ടും കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പം ഇത് രണ്ടും ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ സ്ക്രൂ ചെയ്താൽ വെക്കാറ്. ഒരു സൈഡിൽ കൂടെ ഒരു പ്ലേറ്റും വെച്ചിട്ട് സ്ക്രൂ ചെയ്ത് വെക്കും. അപ്പം ഇത് ലൂസ് ആണ്, എന്ത് സംഭവിക്കും? ഇത് ചിലപ്പോൾ ഉള്ളിലേക്ക് ഇച്ചിരി മാറാം, അതായത് അലൈൻമെന്റിൽ നിന്ന് മാറിപ്പോവാം. അതേപോലെ തന്നെ എന്ത് സംഭവിക്കാം? ഇത് കുറച്ചും കൂടെ ദൂരേക്ക് വിട്ടുപോവാം. അപ്പം ഇങ്ങനെ ഔട്ട് ഓഫ് പൊസിഷൻ ആയി പോകുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കിങ്സ് അല്ലെങ്കിൽ ഷോൾഡർ എന്ന് പറയുന്നത്. അത് ചിലപ്പം നമ്മുടെ ക്രീപ്പ് കാരണമാവാം, അല്ലെങ്കിൽ എക്സ്പാൻഷൻ കാരണമാവാം, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ജോയിന്റുകൾ തമ്മിലും ആവാം, ജോയിന്റ് ലൂസ് ആവുന്നത് കാരണമാവാം. കിങ്സ് അത്രേ ഉള്ളൂ. ആ ഒരു ഔട്ട് ഓഫ് പൊസിഷൻ ആയി പോവാണ്, അതിന്റെ അലൈൻമെന്റ് മാറി പോവുക, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഡിസ്റ്റൻസ് കൂടി പോവുക. അതാണ് നമ്മൾ എന്ത് പറയുന്നത്? കിങ്സ് അല്ലെങ്കിൽ ഷോൾഡർ. ബക്ലിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? ആവശ്യത്തിന് എക്സ്പാൻഷൻ സാധ്യമാവാത്ത കേസിൽ അത് വളഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷൻ, അതായത് ഇങ്ങനത്തെ ആ ഒരു സ്ട്രെസ് കൂടി പോകുന്നു, അങ്ങനെ അതൊന്ന് വളഞ്ഞു പോകുന്നതിനാണ് നമ്മൾ ബക്ലിംഗ് എന്ന് പറയുന്നത്. അതിന് ആവശ്യമായിട്ടുള്ള എക്സ്പാൻഷൻ ജോയിന്റ് നമുക്കത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ക്രീപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ മോഷൻ. ഇപ്പൊ ഇതിങ്ങനെ വളഞ്ഞു പോവാണ്, ഇനി അത് പെർമിറ്റ് ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? ഇത് കുറച്ച്, അതായത് വീലിന്റെ കൂടെ ഒന്ന് ഇച്ചിരി മുന്നോട്ട് പോകാനോ ബാക്കോട്ട് പോകാനോ ഒക്കെ ഒരു ടെൻഡൻസി ഉണ്ട്. അതാണ് ക്രീപ്പ്, ലോഞ്ചിറ്റ്യൂഡിനൽ മോഷൻ. പിന്നെ വിയർ എന്ന് പറയുമ്പോഴത്തേക്കും തേയ്മാനം. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ ആണ് പറഞ്ഞേ എല്ലാരും? ഓക്കെ, അത് മതി. അടുത്തത് ഞാൻ പറഞ്ഞായിരുന്നു, ക്രീപ്പിനെ കുറിച്ച് നമുക്ക് കുറച്ചും കൂടെ പഠിക്കാനുണ്ട് അല്ലെ. ക്രീപ്പ് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. എന്താണ്? ഇതാണ് നമ്മുടെ റെയില്, അതിന്റെ മേലെ കൂടെ ചക്രം ഉരുണ്ട് പോവാണ്. ഇങ്ങനെ ചക്രം ഉരുളുമ്പോഴത്തേക്കും ഈ റെയില് ഒരു ചെറുതായിട്ടൊന്ന് മുന്നോട്ട് അനങ്ങുന്ന ആ ഒരു ഡിഫക്റ്റ് ആണ് എന്ത്? ക്രീപ്പ്. ഓക്കെ, അപ്പം ഇതിനു വേണ്ടിയിട്ട് 4 തിയറീസ് ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ കാരണങ്ങളാണ് ഈ 4 തിയറീസ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യത്തേത് വേവ് തിയറി, പെർക്കഷൻ തിയറി, ഡ്രാഗ് തിയറി. ഇത് മൂന്നും ഞാൻ പറഞ്ഞുതരാം. ആ പേരൊന്ന് പഠിക്കുക. വേവ് തിയറി, പെർക്കഷൻ തിയറി, ഡ്രാഗ് തിയറി. ഇനി ഈ രീതിയിൽ നിൽക്കുന്ന ഒരു റെയിലിൽ കൂടെ പെട്ടെന്ന് ഒരു ലോക്കോമോട്ടീവ് മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? നമ്മുടെ വീൽ ഈ ഒരു സ്ട്രെസ് കാരണം ഇത് ഇച്ചിരി ബാക്കോട്ട് പോകാൻ, അതായത് പെട്ടെന്ന് ഒരു വണ്ടി നിൽക്കുകയോ അത് തുടങ്ങുകയോ ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഈ റെയിലിന് അനങ്ങാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും അല്ലെ. ഒരു വീല് മാത്രമല്ല, ഇതേപോലെ ഇഷ്ടംപോലെ വീലുകൾ എല്ലാ ഇതിനകത്തും ഇല്ലേ. അപ്പം അതതിന്റെ നേരെ ഒരു ഫോഴ്സ് കൊടുക്കുന്ന വഴി എന്ത് സംഭവിക്കുന്നു? ഈ റെയിലിന് മുന്നോട്ടോ ബാക്കോട്ടോ പോകുന്നു, അല്ലെങ്കിൽ ചെറുതായിട്ട് ഇതൊന്ന് അനങ്ങാനുള്ള ഒരു കേസ് ഉണ്ട്. അതാണ് നാലാമത്തെ റീസൺ ഉണ്ട്, സ്റ്റാർട്ടിങ് ആക്സിലറേറ്റിംഗ് അല്ലെങ്കിൽ ബ്രേക്കിംഗ് ഓഫ് ദി ട്രെയിൻ. അത് മനസ്സിലായല്ലോ? പെട്ടെന്ന് ഇതിന്റെ മേലെ കൂടെ ഒരു ചക്രം ഉരുളാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നത്? അത് മുന്നോട്ട് പോകുമ്പോൾ ഈ റെയിലില് ചെറുതായിട്ടൊന്ന് ബാക്കോട്ട് ഒരു വരി വരും അല്ലെ. അതാണ് സ്റ്റാർട്ടിങ് ആക്സിലറേഷൻ അല്ലെങ്കിൽ ബ്രേക്കിംഗ് ഓഫ് ദി ട്രെയിൻ. അതൊരു കാരണമല്ലേ. ഇതേപോലെ തന്നെ ഇത് ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് ഇത് ചിലപ്പോൾ ഒന്ന് എക്സ്പാൻഡ് ആവാം. അങ്ങനെ ഇത് എക്സ്പാൻഡ് ആകുമ്പോഴും എന്ത് സംഭവിക്കാം? ഇത് ഒരു ഭാഗത്തേക്കാണ് എക്സ്പാൻഡ് ആവുന്നത് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ ആ ജോയിന്റുകൾ പിന്നെയും അടുത്തടുത്ത് പോകുന്നു. അപ്പം ഈ ഒരു എക്സ്പാൻഷന്റെ ഒരു പ്രോഗ്രസ് അനുസരിച്ച് ചിലപ്പോൾ ഒന്ന് മുന്നോട്ടോ ബാക്കോട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് അനങ്ങി പോവാം. അപ്പം അതും ഒരു കാരണമാണ്, എന്ത്? തെർമൽ എക്സ്പാൻഷൻ. ഈ 2 കാരണം മനസ്സിലായോ? ഇപ്പൊ പറഞ്ഞ 2 കാരണം മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ, ബാക്കി 3 ഞാൻ പറയാം. വേവ് തിയറി ഉണ്ട്, പെർക്കഷൻ തിയറി ഉണ്ട്, ഡ്രാഗ് തിയറി ഉണ്ട്. അത് നമ്മൾ ഫിഗർ കൂടെ നോക്കാം. ഇനി ഇത് കാരണം ഉണ്ടാവുന്ന എഫക്റ്റുകൾ എന്തൊക്കെയാണ്?
ആരവിടെ ഒച്ചപ്പാടുണ്ടാക്കുന്നത്? ഷബ്ന. ഓക്കെ, കേൾക്കുക. എഫക്ട്സ് എന്ന് പറയുന്നത് സ്ലീപ്പേഴ്സ്, അതായത് ഇതിങ്ങനെ ഞാൻ പറഞ്ഞാണ്, ഈ റെയിൽസ് സ്ലീപ്പേഴ്സിൽ ഇങ്ങനെ ഫിക്സഡ് അല്ലേ, ഓരോ സ്ലീപ്പേഴ്സിലും ഇങ്ങനെ ഫിക്സഡ് ആയിരിക്കും. അപ്പം ഇതിങ്ങനെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കാം? ഈ സ്ലീപ്പർ മറിഞ്ഞു പോകാനോ അല്ലെങ്കിൽ അത് ഔട്ട് ഓഫ് പൊസിഷൻ ആവാനോ ഉള്ള ഒരു ചാൻസ് ഉണ്ട്. അതാണ് ആദ്യത്തെ എഫക്റ്റ്. സ്ലീപ്പേഴ്സ് മൂവ്സ് ഔട്ട് ഓഫ് പൊസിഷൻ. ഓർക്കാലോ. റെയിൽ ജോയിന്റ്സ് ആർ ഓപ്പൺ, അതായത് ഇതിങ്ങനെ മുന്നോട്ട് പോകും തോറും നോക്കുക, ഒന്നെങ്കിൽ ഇത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ബാക്കിലെ ജോയിന്റ് എന്താവും? വലുതാവും. ഈ ഫ്രണ്ടിലെ ജോയിന്റ് അടുത്തും പോവാം. അങ്ങനെ റെയിൽ ജോയിന്റ്സ് ഒന്നെങ്കിൽ ഓപ്പൺ ആയി പോവാം അല്ലെങ്കിൽ ക്ലോസ്ഡ് ആയി പോവാം. ഇതാണ് രണ്ടാമത്തെ എഫക്റ്റ്. ഈ ക്രീപ്പ് കാരണം വരുന്ന എഫക്റ്റുകളാണ് പറയുന്നത്. ഓക്കെ, ഇനി പോയിന്റ് ആൻഡ് ക്രോസിംഗ്സ് ഉണ്ട്. അതായത് രണ്ട് റെയിൽ പോകുന്ന സമയത്ത് ചില സമയത്ത് നമുക്ക് ഒരു ജംഗ്ഷൻ പോയി വരും. അതായത് ഈ റെയിലിൽ നിന്ന് നമുക്ക് ഈ രീതിയിൽ ഇങ്ങോട്ട് പോകാനുള്ള ഒരു പാത്ത് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടാവും അല്ലെ? ഇതാണ് നമ്മൾ പോയിന്റ്സ് ആൻഡ് ക്രോസിംഗ്സ്. ഇതും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം ആ രീതിയിൽ ഉള്ള പോയിന്റ്സ് ആൻഡ് ക്രോസിംഗ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവർ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റെയിൽസും സ്ട്രക്ചേഴ്സും വരുന്നുണ്ട്. സിമ്പിൾ ആണ്, കുഴപ്പമൊന്നുമില്ല. അപ്പം ഈ രീതിയിൽ ഉള്ള പോയിന്റ്സ് ആൻഡ് ക്രോസിംഗ്സിൽ ഇങ്ങനെ ഒരു ക്രീപ്പിംഗ്, ഇവിടുത്തെ ഈ ഒരു റെയിൽ ആണെങ്കിൽ എന്താണ്, അവിടുത്തെ മൊത്തത്തിലുള്ള ഒരു അറേഞ്ച്മെന്റ് ഡിസ്റ്റോർട്ടഡ് ആയി പോകും. അപ്പം ആ രീതിയിലും ഒരു പ്രശ്നം വരാം. ഓർത്തോളൂ, ആദ്യത്തത് സ്ലീപ്പേഴ്സ് ഔട്ട് ഓഫ് പൊസിഷൻ ആവുന്നു, റെയിൽ ജോയിന്റ്സ് ഓപ്പൺ ആയി പോകുന്നു, അതായത് മുന്നോട്ട് പോകുമ്പോൾ ബാക്കിലെ ആ ജോയിന്റ് വലുതായി പോലെ, അതാണ് റെയിൽ ജോയിന്റ്സ് ഗെറ്റ്സ് ഓപ്പൺ. പിന്നെ അടുത്ത എന്താണ്? പോയിന്റ്സ് ആൻഡ് ക്രോസിംഗ്സ്. ഈ രീതിയിലുള്ള പോയിന്റ്സ് ആൻഡ് ക്രോസിംഗ്സ് എന്ത് സംഭവിക്കുന്നു? മൊത്തത്തില് ഒരു ഡിസ്റ്റോർഷൻ വരുന്നു, അതിന്റെ ആ ഒരു അലൈൻമെന്റ് മാറിപ്പോകും. ഓക്കെ, ഇനി അടുത്തത് നോക്കുക. രണ്ട് റെയിലാണ് ഈ കാണുന്നത്. ഓക്കെ, രണ്ട് റെയില്. ഈ രണ്ട് റെയിലിനെ കണക്ട് ചെയ്ത് നമ്മളിങ്ങനെ ഓരോ ഫിഷ് ബോൾട്ട് വെക്കുന്നില്ലേ, ഫിഷ് പ്ലേറ്റ് ഒക്കെ വെക്കുന്നുണ്ട്. അപ്പം ഇതിന്റെ മൂവ്മെന്റ് അനുസരിച്ച് ഈ പ്ലേറ്റിന് ചിലപ്പം, അതായത് നമ്മൾ ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടി പുറത്ത് കൊടുക്കുന്ന ഈ ഒരു പ്ലേറ്റ് ചിലപ്പോൾ എന്ത് സംഭവിക്കാം? വളഞ്ഞൊക്കെ പോവാം. അപ്പം ഈ ഫിഷ് പ്ലേറ്റിന്റെ എന്താണ് സ്മാഷിംഗ് എന്ന് പറയുമ്പോൾ അത് വളഞ്ഞോ അല്ലെങ്കിൽ പൊട്ടിയൊക്കെ പോകുന്നതാണ് സ്മാഷിംഗ് ഓഫ് ഫിഷ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ബാർസ് ബെൻഡായി പോവാം, കിങ്സ് ഫോം ചെയ്യാം, ഫോർജിങ് ഓഫ് ബല്ലാസ്റ്റ് ഒക്കെ ഫോർജ് ചെയ്ത് പോകാന്ന് പറയുമ്പോൾ അതൊക്കെ പൊടിഞ്ഞു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് അതിന്റെ ഡിഫക്ട്സിൽ നിന്ന് വരിക. സ്മാഷിംഗ് ഓഫ് ഫിഷ് പ്ലേറ്റ് ഞാൻ പറഞ്ഞ് മനസ്സിലായോ? രണ്ട് റെയില്, അതിനെ കണക്ട് ചെയ്ത് നമ്മളിങ്ങനെ ഒരു പ്ലേറ്റ് വെക്കുമ്പോൾ അതിനെയാണ് നമ്മൾ ബോൾട്ട് ചെയ്യുക. ആ ഫിഷ് പ്ലേറ്റിന് എന്ത് സംഭവിക്കാം? സ്മാഷ് ചെയ്ത് പോകാൻ പറയുമ്പോഴത്തേക്ക് അതങ്ങോട്ട് അടുത്ത് പോയിട്ട് ചിലപ്പോൾ പൊട്ടിപ്പോകാനോ വളഞ്ഞു പോകാനൊക്കെ ഒരു ചാൻസ് ഉണ്ട്. ബെൻഡിങ് ഓഫ് ബാർസ്, അതിനെ കണക്ട് ചെയ്ത് വെക്കുന്ന ബാർസ് ഒക്കെ ബെൻഡ് ചെയ്ത് പോവാം. കിങ്സ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലെ, ഈ ജോയിന്റിനകത്ത് വന്നിങ്ങനെ അടി വരുമ്പോഴത്തേക്ക് അത് വളഞ്ഞു പോകുന്ന ആ ഒരു പോർഷൻ, അതും ക്രീപ്പിംഗ് കാരണം വരാം. കാരണം ഇങ്ങനെ അടുത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും ചിലപ്പം അത് കാരണം എന്താവാം? ബെൻഡായി പോവാം. പിന്നെ ഫോർജിങ് ഓഫ് ബല്ലാസ്റ്റും ഒരുപാട് സ്ട്രെസ് വന്നതും ചിലപ്പം പൊടിഞ്ഞു പോവാതിന്റെയും എലാസ്റ്റിസിറ്റി നഷ്ടപ്പെടാം. അതിനാണ് നമ്മൾ ഫോർജിങ് എന്ന് പറയുന്നത്. ഇത്രയാണ് എഫക്ട്സ് എന്ന് പഠിക്കാനുള്ളത്. പിന്നെ നമുക്ക് എന്തൊക്കെയാ പഠിക്കാനുള്ള ക്രീപ്പിൽ നിന്ന്? വേവ് തിയറി, പെർക്കഷൻ തിയറി ആൻഡ് ഡ്രാഗ് തിയറി നോക്കാം. ഇത്രയും പറഞ്ഞത് ഓക്കെ ആണെങ്കിൽ ഈ മൂന്നെണ്ണം ഇനി പഠിക്കാം. ഓക്കെ ആണെങ്കിൽ ഓക്കെ പറ. ഓക്കെ, ആദ്യത്തത് വേവ് മോഷൻ തിയറി. അതായത് ജസ്റ്റ് നോക്കുക, ഇത് വീല്, ഇത് റെയിലാണെന്ന് വിചാരിക്കും. ഇതൊരു മാഗ്നിഫൈഡ് ഇതാണ്. അതായത് റെയിലിന്റെ മേലെ കൂടെ വീല് പോകുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക് ആയിട്ട് ആ റെയിലിന്റെ വീല് കോണ്ടാക്ട് ഉള്ള ആ ഒരു ഏരിയ എന്താണ്? ചെറുതായിട്ടൊന്ന് ബെൻഡ് ആവും. ഓക്കെ, ചെറുതായിട്ടൊന്ന് ബെൻഡ് ആവും. വീല് മുന്നോട്ട് പോകും തോറും ഇതും എന്ത് സംഭവിക്കുന്നു? ഈ ഒരു ബെൻഡിങ്ങും മുന്നോട്ട് തന്നെ പൊക്കോണ്ടിരിക്കും, പ്രൊപ്പഗേറ്റ് ചെയ്യും. അങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് ഏറ്റവും എൻഡിൽ എത്തുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് ഇച്ചിരി ഒന്ന് മുന്നോട്ട് നിൽക്കും. അതാണ് വേവ് തിയറി. മനസ്സിലായോ? ഒരു വീലിന്റെ മാത്രമൊന്നുമല്ല, ജസ്റ്റ് ഓർത്തോളം, നിങ്ങൾ ട്രെയിൻ പോകുമ്പോഴത്തേക്കും ഒരു വീലിൽ ഇങ്ങനെ വരുന്നു, അടുത്ത വീലിൽ ഇങ്ങനെ വരുന്നു, അങ്ങനെ എല്ലാ വീലിലും ഇങ്ങനെ വരുമ്പോഴത്തേക്കും അതൊരു വലിയൊരു മൂവ്മെന്റ് ആയിരിക്കും. വലിയ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു MM അല്ലെങ്കിൽ ഒരു 2-3 MM ഒക്കെ രീതിയിൽ ഒരു മൂവ്മെന്റ് വരാം. അതാണ് ആദ്യത്തേത്, വേവ് തിയറി. മനസ്സിലായോ? ഓക്കെ, അതായത് വീല് മുന്നോട്ട് പോകും തോറും ഈ ഒരു വേവ് മോഷനും എന്ത് സംഭവിക്കുന്നു? മുന്നോട്ട് പോയി ഏറ്റവും അവസാനം ഒരു ജോയിന്റ് എത്തുമ്പോൾ എന്താ സംഭവിക്കുക? അതൊരു ഇച്ചിരി ഇങ്ങനെ വന്ന് ഇങ്ങനെ അങ്ങോട്ട് എൻഡ് ചെയ്യും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? വേവ് തിയറി എന്ന് പറയുന്നത്. ഓക്കെ, പറയാം. ജസ്റ്റ് നമുക്കൊന്ന് വായിച്ചോ, എന്നിട്ട്
According to the wave motion theory, wave motion is set up in the resilient track because of the moving loads causing a deflection in the rail under the load. അതായത് വീൽ ലോഡിന്റെ താഴെയായിട്ട് ഈ രീതിയിൽ ഒരു ബെൻഡിങ് വരൂലേ. ഇനി ഈ വീൽ ഇതിന്റെ മേലെ കൂടെ മുന്നോട്ട് പോവുകയാണെന്ന് വിചാരിക്കാം. വീൽ ഇതിന്റെ മേലെ കൂടെ മുന്നോട്ട് പോവാണ്. എങ്ങനെ വെക്കാം വീല്? നമുക്ക് ഇങ്ങനെ വെക്കാം. അപ്പം ജസ്റ്റ് ഈ ഭാഗത്താണ് ബെൻഡിങ്. ഈ വീല് മുന്നോട്ട് പോകുന്നതോറും എന്ത് തന്നെ സംഭവിക്കുന്നു? നമ്മുടെ ഈ ഒരു ബെൻഡിങ്ങും മുന്നോട്ട് പോകുന്നുണ്ട്. ആ ഒരു വേവ് പോലെ ഈ രീതിയിലുള്ള വളവും വീല് മുന്നോട്ട് പോകുന്നതോറും ഇങ്ങനെ മുന്നോട്ട് പോകും. ഓക്കെ, ആ സ്റ്റെപ്പ് ഒക്കെ ഇടാൻ തോന്നുന്നുണ്ടാവും അല്ലെ, വേവ് എന്ന് പറഞ്ഞ്. ഓക്കെ, therefore the rails generally have a wavy motion. As the wheels of the train move forward, the depression also move with them, and the previously depressed portion springs back to the original level. ഇതിന്റെ ബാക്കിലെ പോർഷൻ ഇവിടെ ബെൻഡിങ് ആയി ഈ വീല് മുന്നോട്ട് പോകുന്നതോറും മറ്റേ പൊസിഷൻ എന്താണ്, പഴയ പോലെ മേലേക്ക് എത്തും. The wave motion tends to move the rail forward with the train. The direct effect of the moving wheels on the wave formed in the rail causes the longitudinal movement of the rail in the direction of traveling, resulting in a creep. അതായത് ഇങ്ങനെ വീല് മുന്നോട്ട് പോകുന്നതും ഈ വേവ് മോഷൻ മുന്നോട്ട് പോകുന്നുണ്ട്. ഏറ്റവും എൻഡിൽ എത്തി കഴിയുമ്പോഴത്തേക്ക് എന്താണ്, ഒരു ചെറിയ ഒരു മുന്നോട്ട് ഒരു ചെറിയതായിട്ട് ഈ ഒരു റെയിൽ ഒന്ന് ഷിഫ്റ്റ് ആവും. അതാണ് എന്ത് വേവ് തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യും, അതുകൊണ്ട് തന്നെ ഈ വീലിന്റെ കൂടെ തന്നെ റെയിലും ഒരിച്ചിരി മുന്നോട്ട് പോകുന്നതായിട്ട് പറയുന്നുണ്ട്. മോഷൻ എലോങ് ദി മോഷൻ ഓഫ് ദി റെയിൽ, അല്ലെങ്കിൽ ഈ റെയിൽ ഡിസ്പ്ലേസ് ആവുന്നത് മോഷന്റെ അതേ ഡയറക്ഷനാണ്, കുറച്ച് മുന്നോട്ടായിട്ട്. ഓക്കെ ആണോ? റിപ്പീറ്റ് ചെയ്യണോ? അതായത് വീൽ ലോഡ് വരും, വീൽ ലോഡിന്റെ താഴെയായിട്ട് അല്ലെങ്കിൽ വീൽ ലോഡ് നിൽക്കുന്ന ആ ഒരു ഭാഗം റെയിൽ എന്താണ്, ചെറുതായിട്ട് ഇങ്ങനെ ഒരു ബെൻഡിങ് വരും. വീല് പ്രൊപ്പഗേറ്റ് അനുസരിച്ച് ഈ എന്താണ് വേവും അല്ലെങ്കിൽ ഈ ഒരു ബെൻഡിങ്ങും പ്രൊപ്പഗേറ്റ് ചെയ്യും. പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഏറ്റവും അവസാനം ഈ ജോയിന്റ് എത്തി കഴിയുമ്പോൾ എന്താ സംഭവിക്കുക, ഇങ്ങനെ നിൽക്കുന്നത് നിവരുമ്പോഴത്തേക്കും ഒരു ഇച്ചിരി മുന്നോട്ട് നിൽക്കും. അങ്ങനെ ഈ ഒരു വേവിന്റെ പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ വീല് പോകുന്നതിനനുസരിച്ച് ഇങ്ങനെ ഒരു ഡിപ്രഷൻ മുന്നോട്ട് പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ച് ഏറ്റവും എൻഡിൽ എത്തുമ്പം എന്ത് സംഭവിക്കുന്നു, നമ്മുടെ വീലിന്റെ പ്രോഗ്രസ് അനുസരിച്ച് ചെറുതായിട്ട് ഈ ഒരു റെയിൽ മുന്നോട്ട് നിൽക്കും. അതാണ് വേവ് തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഞാൻ പറയാം. രണ്ടാമത്തെ പെർക്കഷൻ തിയറി. പെർക്കഷൻ തിയറി എന്ന് പറയുമ്പോഴത്തേക്കും ജസ്റ്റ് നോക്കുക, നമ്മൾ നേരത്തെ ഒരു ബാറ്ററിങ് എഫക്റ്റ് പറഞ്ഞില്ലേ, കിങ്സ് ഒക്കെ പറഞ്ഞില്ലേ. അതായത് ഒരു റെയില് നിന്ന് അടുത്ത റെയില്, ആ ഒരു ജോയിന്റിന്റെ ഭാഗത്ത് ഈ ഒരു റെയിലിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വീല് പോകുമ്പോഴത്തേക്കും ഈ ഒരു റെയിലിൽ ഒരു അടി കൊടുക്കും. ഒരു അടി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഇമ്പാക്ട് കൊടുക്കും. ഈ ഇമ്പാക്ട് കാരണം എന്ത് സംഭവിക്കുന്നത്, ഇതിനകത്തേക്ക് ഫോഴ്സ് വരും. ഒരടിക്ക് ശേഷം അടുത്ത വീലും വരും, ഇതേ അടി കൊടുക്കും. പിന്നെ അടുത്ത വീല് വരും, അതേ അടി കൊടുക്കും. ഇങ്ങനെ എന്താണ് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഇതേ അടി കാരണം എന്ത് സംഭവിക്കുന്നു, അവസാനം ഒരു ഗതിയില്ലാണ്ട് ഇതൊരു ചെറുതായിട്ടൊന്ന് മുന്നോട്ട് ഇത് ഓക്കെ. അങ്ങനെ ചിലപ്പം ഈ ഒരു ജോയിന്റ് കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ആയി പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പം ഈ തിയറിയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, പെർക്കഷൻ തിയറി എന്ന് പറയുന്നത്. പെർക്കഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു ബാറ്ററിങ് എഫക്ട് മുന്നിലെ റെയിലില് ഈ വീല് ഈ ഒരു ജോയിന്റ് പറയുമ്പോഴത്തേക്കും തൊട്ട് മുമ്പിലെ റെയിലിൽ പോയിട്ട് കൊടുക്കുന്ന ആ ഒരു ഇമ്പാക്ട് ഫോഴ്സ് കാരണം അത് മുന്നോട്ട് അനങ്ങുന്നതിനാണ് നമ്മൾ ബാറ്ററിങ് എഫക്ട് എന്ന് പറയുന്നത്. According to the percussion theory, creep is developed due to the impact of wheels at the rail ahead of the joint. ഇതിന് ജോയിന്റിന് ശേഷമുള്ള റെയിലിൽ കൊടുക്കുന്ന ആ ഒരു ഇമ്പാക്ട് ഫോഴ്സ് കാരണം അത് മുന്നോട്ട് അനങ്ങുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പെർക്കഷൻ തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. As the wheel of the moving train leaves the trailing rail at the joint, the rail gets pushed forward, causing it to move longitudinally in the direction of traffic, and this is how creep develops. അതായത് നെറ്റ് ഇച്ചിരി സ്റ്റഡി ചെയ്യാൻ തോന്നുന്നു. ഇതിങ്ങനെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഈ ഒരു ട്രെയിലിംഗ്, അതായത് ബാക്കിലെ ആ റെയിലിനാണ് നമ്മൾ ട്രെയിലിംഗ് റെയിൽ എന്ന് പറയുന്നത്. ദി റെയിൽ ഗെറ്റ്സ് പുഷ്ഡ്, അതായത് ഈ ഒരു റെയിൽ കഴിഞ്ഞ് ഇത് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും എന്താണ്, ഇത് കുറച്ച് മുമ്പോട്ടേക്ക് ഇങ്ങനെ പുഷ് ചെയ്യണം. ഇതേപോലെ തന്നെ ഈ ഒരു റെയിലിന്റെ സ്റ്റാർട്ടിങ്ങിൽ വന്നു കഴിയുമ്പോൾ എന്താണ്, ഇതേ രീതിയിൽ അവിടെ അടിയിട്ടിട്ടാണ്. അപ്പം മൊത്തത്തിൽ എന്താണ്, ഈ റെയിൽ മുന്നോട്ട് പോകും, ഈ റെയിലും മുന്നോട്ട് പോകും. ഒരു ബാറ്ററിങ് എഫക്ട്, അതായത് ഇങ്ങനെ വന്ന് ഇതിനകത്തേക്ക് തട്ടുന്നതിന് കാരണം വരുന്ന ആ ഒരു ഇമ്പാക്ട് ഫോഴ്സ് കാരണം വരുന്നതാണ് എന്ത്, പെർക്കഷൻ തിയറി.
though the impact of a single wheel may be nominal, the continuous movement of several wheels passing over the joint pushes the facing or landing rail forward, thereby causing the creep. അതായത് ഇപ്പൊ നമ്മൾ പറയണം ഒരു വീല് തട്ടിയെന്ന് വിചാരിച്ച പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഇതേപോലെ 100 കണക്കിന് വീല് ഒന്നിങ്ങനെ അടിച്ചോണ്ടേ ഇരിക്കുമല്ലേ, അപ്പൊ എന്താണ് അതിങ്ങനെ അപ്പൊ അങ്ങനെ ഒരുപാട് ഇടി കിട്ടി കഴിയുമ്പോഴത്തേക്കും ഒരു ചെറിയ ഒരു വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. അതാണ് പെർക്കഷൻ തിയറി. ഓക്കെ ആണോ? അപ്പൊ പെർക്കഷൻ തിയറി എന്ന് പറയുമ്പോഴത്തേക്കും ജോയിന്റിലേ ഉണ്ടാവുള്ളൂ കേട്ടോ, അത് ഓർത്തോണേ. അടുത്തത് ഡ്രാഗ് തിയറി. ഡ്രാഗ് തിയറി എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം ദേവനന്ദ ചോദിച്ച ജോയിന്റിൽ ഉണ്ടാവുള്ളൂ, ബാക്കി എല്ലാ ഭാഗത്തും എന്താ സംഭവിക്കുക? ഇത് നമ്മുടെ റെയില്, വീണ്ടും റെയില്, അതിന്റെ മേലെ ഒരു ടയർ കറങ്ങുന്നു. ഓക്കെ, അപ്പൊ സ്റ്റാർട്ടിങ് സമയത്ത് എന്താ സംഭവിക്കുന്നു? ഈ വീല്, ആ ലോക്കോമോട്ടീവിലെ വീല് ഇതിന്റെ മേലെ കൂടെ കറങ്ങുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുന്നു? ഈ റെയിലിൽ ഒരു ഡ്രാഗ് ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് കൊടുക്കും. എന്തിനു വേണ്ടിയിട്ട്? ആ ഒരു മോഷന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്ന വീല് എപ്പോഴും എന്ത് ചെയ്യും? ഈ റെയിലിനെ ബാക്കോട്ടേക്ക് മൂവ് ചെയ്യാൻ നോക്കും. അപ്പം ഇങ്ങനെ ഒരു മൂവിങ്ങോ അല്ലെങ്കിൽ ഒരു ബ്രേക്കിംഗ് എഫക്റ്റോ അല്ലെങ്കിൽ ഒരു വീല്, ഒരു എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒക്കെ വരുന്ന ആ ഒരു ഫോഴ്സ്, ആ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് കാരണം അനങ്ങുന്ന, അല്ലെങ്കിൽ അത് അതിന്റെ ഒരു റെയിലിന്റെ മാക്സിമം ലെങ്ത് എന്ന് പറയുമ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ബ്രോഡ് ഗേജ് മീറ്റർ ഗേജും ഒരു 12.8 മീറ്റർ ആണ് ബ്രോഡ് ഗേജിന് വരിക. പിന്നെ നമ്മുടെ മീറ്റർ ഗേജ് ആണെങ്കിൽ ഒരു 11.8, അതായത് 12 മീറ്റർ ലെങ്ത് ഒക്കെയാണ് ഒരു റെയിലിന് ഉണ്ടാവുക. അപ്പൊ നമ്മൾ ഇനി ഏതെങ്കിലും ഭാഗത്ത് നമ്മൾ ഫില്ല് ചെയ്യേണ്ട വരുവാണെങ്കിൽ നമ്മൾ അവിടെ ഒരു റെയിൽ എന്താണ് ഫാസ്റ്റ് അങ്ങനെ ഒരു സംഭവം പറഞ്ഞില്ലായിരുന്നോ? മിനിമം ഇത്രയെങ്കിലും ലെങ്ത് വേണമെന്ന്, ഒരു 5.6 റേഞ്ചില്. ഓക്കെ, അപ്പം ഈ രണ്ട് റെയിലിന്റെ ഫുൾ ലെങ്ത്, അതായത് ഒരു 12.8 മീറ്റർ കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി നമ്മൾ അടുത്ത റെയിൽ വെക്കണ്ടേ. അപ്പം ഈ റെയിൽ ഒരുപാട് ലെങ്ത് കൂടിയാൽ നമുക്ക് ജോയിന്റ് കുറയ്ക്കാൻ പറ്റും. പക്ഷെ എന്താണ്, നമുക്കിത് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനും ബുദ്ധിമുട്ടായിരിക്കും. വലിയ സൈസ് ആണെങ്കിൽ നമുക്ക് ആ ഒരു സൈഡിലേക്ക് എത്തിക്കൽ ബുദ്ധിമുട്ടായിരിക്കും. അതിന്റെ കൂടെ തന്നെ ഈ ഒരു എക്സ്പാൻഷൻ ജോയിന്റും കാര്യങ്ങളൊക്കെ കൊടുക്കണ്ടേ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ലെങ്ത്തിൽ ലിമിറ്റ് ചെയ്യുന്നത്. ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളും വേണം, അതുപോലെ തന്നെ എക്സ്പാൻഷൻ കാര്യങ്ങളും സമ്മതിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ലെങ്ത് ആണ് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ദേവിക റെഡി അല്ലേ? ഓക്കെ ഓക്കെ പറഞ്ഞേ. ഓക്കെ, അപ്പൊ ഇനി അടുത്തത്, ഇങ്ങനെ ഒരു വീല് മുന്നോട്ട് പോകും തോറും എന്ത് സംഭവിക്കുന്നു? നമ്മുടെ റെയിലിനെ ബാക്കോട്ടേക്ക് വലിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പം ഇങ്ങനെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് എന്തിനു വേണ്ടിയിട്ട്? ഒന്നെങ്കിൽ ഇത് മുന്നോട്ട് പോകുമ്പോൾ ബാക്കോട്ട് വലിക്കും, അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കും വണ്ടി നിൽക്കാനാണ് നോക്കുന്നത് അല്ലെ, സ്പീഡ് റെഡ്യൂസ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കും? ഇതിനെ മുന്നോട്ടേക്ക്. അങ്ങനെ മൊത്തത്തില് ഈ ഒരു വീല്, ഈ ഒരു റെയിലിൽ കൊടുക്കുന്ന ആ ഒരു ഫ്രിക്ഷൻ ഫോഴ്സ് കാരണം ഇങ്ങനെ റെയിൽ മുന്നോട്ടേക്ക് പോകുന്ന ആ ഒരു എഫക്റ്റ് ആണ് എന്ത്? വേവ് തിയറി, ഡ്രാഗ് തിയറി. നേരത്തെ ആദ്യത്തെ ലോഡായിരുന്നു, രണ്ടാമത്തത് ഇമ്പാക്ട് ആണ്. ഇതെന്ന് പറയുമ്പോൾ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ്. അങ്ങനെ വേണേൽ നിങ്ങൾക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. Okay, according to the drag theory, the backward thrust of the driving wheels of the locomotive has a tendency to push the rail backward. മുന്നോട്ടേക്ക് പോകുന്ന ആ ഒരു റെയില് എപ്പോഴും എന്താണ്? ഒരു ബാക്ക്വേർഡ് ത്രസ്റ്റ്, ബാക്കോട്ടേക്ക് ഒരു ഫോഴ്സ് കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? റെയിലിനെ ബാക്കോട്ട് പോകാൻ. ഇങ്ങനെ പറഞ്ഞാൽ ബാക്കോട്ട് കൊടുത്താലും ബാക്കി എല്ലാ വീൽസും എന്താണ്? മുന്നോട്ടേക്ക് തന്നെയാണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് മൊത്തത്തിലുള്ള ഒരു എഫക്റ്റ് എന്ന് പറയുമ്പോൾ മുന്നോട്ടാണ് എന്ന് തന്നെയാണ് വേവ് തിയറി. അതായത് നിങ്ങൾ ഓർത്താൽ മതി, എല്ലാ ക്രീപ്പും കാരണം ഇതിനൊരു മുന്നോട്ടേക്ക് ഒരു മോഷനാണ് എന്തിനു വരുന്നത്? നമ്മുടെ റെയിൽസിന് വരുന്നത്. This results in the longitudinal movement of the rail in the direction of traffic. മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ അതനുസരിച്ച് തന്നെ മുന്നോട്ടേക്ക് വരുന്നത്. കുറച്ചും കൂടെ എളുപ്പത്തിൽ ഓർക്കണേല് വണ്ടി ബ്രേക്ക് പിടിക്കുന്ന അവസ്ഥയാന്ന് ഓർക്കുക. വണ്ടി മുന്നോട്ട് പോകുമ്പോൾ അത് ബ്രേക്ക് പിടിക്കുന്നു. ബ്രേക്ക് പിടിക്കുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ ഈ ഒരു ഡ്രാഗ് ഫോഴ്സ് കാരണം അത് ഇച്ചിരി ഒന്ന് മുന്നോട്ടേക്ക് അടങ്ങും, thereby causing creep. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിഫക്ട്സ് ഇൻ റെയിലും അതിന്റെ കൂടെ തന്നെയുള്ള ക്രീപ്പിനുള്ള തിയറീസും. അപ്പൊ ക്രീപ്പ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിഫക്റ്റ് തന്നെയാണ്, അതിനുള്ള തിയറീസും കൂടെ നിങ്ങൾ പഠിക്കണം. ഇതിന്റെ കൂടെ രണ്ട് കാര്യങ്ങളോട് ഉണ്ടായിരുന്നു. എന്തായിരുന്നു രണ്ടെണ്ണം നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്നത്? ഒന്നെന്ന് പറയുമ്പോൾ നമ്മുടെ വീലിന്റെ മോഷൻ കാരണം ഉണ്ടാവുന്ന ആ ഒരു ഫോഴ്സ്, ഹെഡിങ് അല്ലെങ്കിൽ ബ്രേക്കിംഗ് എഫക്റ്റ് ഒക്കെ കാരണം വരുന്ന, അത് ഏതാണ്ട് ഡ്രാഗ് തിയറി തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നാലും സിമ്പിൾ ആയിട്ട് അത് നമ്മൾ വേറൊരു എക്സ്പ്ലനേഷൻ ആയിട്ട് പറയുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഈ പെർക്കഷൻ, കിങ്സ്, ഇതൊക്കെ എന്താണ് നമ്മൾ ആദ്യം പറഞ്ഞ എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ. എന്താണ്? തെർമൽ എക്സ്പാൻഷൻ കാരണം എന്ത് സംഭവിക്കാം? നമുക്ക് ഈ ഒരു ക്രീപ്പ് സംഭവിക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ടുള്ളത് ജോയിൻസ് ആണ്.
ജോയിൻസ് ഇപ്പൊ പറയണോ അതെയോ അടുത്ത ക്ലാസ്സിലാക്കണോ? എന്താ ചെയ്യണ്ടേ? സെക്കൻഡ് ഞാൻ വായിക്കട്ടെ.